അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകളെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ളൂ. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. നിരന്തരം നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ മരിച്ചു കളയാനല്ല. പ്രിയപ്പെട്ടവരെ, ആദ്യമേ പറയട്ടെ, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും പടച്ച റബ്ബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. റബ്ബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. സുഫൈദ എന്ന 24 വയസ്സുകാരിയുടെ മരണം ഇന്നേറെ ഞെട്ടലുളവാക്കുന്നതാണ്. കാസർഗോഡിൽ നിന്നാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്നിട്ടും നമ്മൾ ഇത് പഠിക്കുന്നില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മാതാപിതാക്കളുടെ പിഴവുകേടാണ്. നമ്മൾ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ നമ്മുടെ മക്കളെ നമ്മൾ എന്തൊക്കെയോ കണ്ട് അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. പിന്നെ നമ്മളൊന്നും നോക്കുന്നില്ല. ചിലര് അവരെ ഒഴിവാക്കുകയാണ്. നമ്മൾ ഇത്രകാലം ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മക്കളെ ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബാധ്യത ഒഴിവാക്കുകയാണ്. അങ്ങനെ ആവരുത്. നമ്മുടെ മക്കളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യില്ല. എല്ലാവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ന് കെട്ടാൻ പെൺകുട്ടികളില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഇനി സംഭവിക്കാൻ പോകുന്നതും ഇതുപോലൊക്കെ തന്നെയാണ്. ശ്രദ്ധിക്കുക, ചിന്തിക്കുക. പല കോലത്തിലും പല വേഷത്തിലും നമ്മുടെ അടുത്തേക്ക് ആളുകൾ എത്തും, പെൺകുട്ടികളുള്ള കുടുംബത്തിൽ. അപ്പോൾ നമ്മുടെ മക്കളാണ്. നമ്മൾ നന്നായി ആലോചിക്കുക, നമ്മൾ നന്നായി അന്വേഷിക്കുക. ആരെങ്കിലും കൊണ്ടുതരുന്ന ആലോചനകൾ അവർ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിച്ച് നമ്മൾ നമ്മുടെ മക്കളെ ഒഴിവാക്കാതിരിക്കുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു കഥ എനിക്ക് പറയാനുണ്ടായിരുന്നു. ഇവരുടേതല്ല, ഒരു യതീമായ പെണ്ണിൻ്റെ. അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം. ഈ സംഭവം നടന്നിരിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ഭർത്തൃ വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് ഈ ഒരു പെൺകുട്ടി ആസിഡ് കുടിച്ച് ജീവനൊടുക്കി. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് ഇത് ചെയ്യണമെങ്കിൽ ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും, അത് നമുക്ക് ഇതിലൂടെ തന്നെ ഊഹിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാനായിട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കിട്ടിയതാണ്. അതിൽ പറഞ്ഞ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു അതിദാരുണമായ സംഭവം നടന്നത് പാണാലത്താണ്. മരണപ്പെട്ടത് ചരലടക്ക സ്വദേശിനി ഫാത്തിമത്ത് സുഫൈദയാണ്. വയസ്സ് 24 മാത്രമേ ആയുള്ളൂ. 24 വയസ്സിൽ ആ കുട്ടിക്ക് ജീവിതം മടുത്തു പോവുകയാണ്. മരണത്തോട് പ്രണയം തോന്നുകയാണ്. എന്താ അതിന് കാരണമായി ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത് നമ്മളൊക്കെ സംശയിച്ചത് തന്നെ. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കടുത്ത പീഡനത്തെ തുടർന്നാണ് സുഫൈദ എന്ന 24 വയസ്സുകാരി ജീവനൊടുക്കിയതത്രേ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ചില ആത്മഹത്യ മരണത്തിൽ നമ്മളൊക്കെ കാരണക്കാരായി പോകുന്നത് ഇതുപോലത്തെ മരണമാണ്. ആ കുട്ടി ഇത്ര വിഷമിക്കുന്നതായിട്ടും ആ കുട്ടിയെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. മക്കളെ കെട്ടിച്ചയച്ചാൽ നമ്മൾ മാതാപിതാക്കളുടെ മനസ്സിലൊരു ആദിയുണ്ട്. ആ ഒരു തീ നമ്മുടെയൊക്കെ മനസ്സിൽ വേണം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന ഒരുപാട് ആളുകളുടെ മനസ്സിലുണ്ടാകും നമ്മുടെ മക്കളെക്കുറിച്ച് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. വെറുതെ കെട്ടിച്ചയച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം. അവർക്കെല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ ഇതുപോലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മക്കൾ നമ്മളോട് ഷെയർ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം സഹിച്ച് അവർ പുറത്ത് അവസാന ഘട്ടം ഇതുപോലെ ചെയ്തു കളയും. അങ്ങനെ ഉണ്ടാവരുത്. നമ്മുടെ മക്കൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കണം. എന്നാലേ അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മളോട് എല്ലാം തുറന്നു പറയുകയുള്ളൂ. ഇങ്ങനെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും എന്തേ ഈ പെൺകുട്ടി സ്വന്തം വീട്ടിലോ മാതാപിതാക്കളോ അറിയിച്ചില്ല? അവരിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് അതിനൊരു ആക്ഷൻ എടുത്തില്ല? കുടുംബം പറയുന്നു അത്രേ, ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടതെന്ന്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ കാരണക്കാർ നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ആരൊക്കെയാണ് വരുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധിയാണ് നമുക്കൊക്കെ വേണ്ടത്. ആ സമയത്ത് നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ്. പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിച്ച സംഭവം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുമാത്രം മോഹിച്ച് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു 24 വയസ്സുകാരിയാണ് സ്വയം ജീവനൊടുക്കി കളഞ്ഞത്. നമ്മൾ ഇതുപോലുള്ള ഒരുപാട് കഥകളൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ പേരും ഊരും ഒന്നും പറയാതെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്.
പേരും ഊരും ഒന്നും പറയാതെ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് നമുക്കതിലൂടെ എന്തൊക്കെയോ പഠിക്കാനുണ്ട്, നമുക്കതിലൂടെ എന്തൊക്കെയോ ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇനി ഇതുപോലുള്ള സംഭവം ഇല്ലാതിരിക്കാൻ അതിനുകൂടിയാണ് നമ്മൾ ഒരുപാട് പേരുടെ കുടുംബജീവിതം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചത്. ഒരാളുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്തൊക്കെയോ പഠിക്കാം. ഞാൻ ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഇങ്ങനെയാണ്, സുഫൈദയുടെ കുടുംബക്കാർക്ക് ഇതെല്ലാം അറിയാം, എന്നിട്ടും കൂടിയാണ് ഇത് സംഭവിച്ചത്. അവരിപ്പോൾ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എല്ലാം ഒഴിവാക്കി തിരിച്ചു വരണമായിരുന്നു. എല്ലാം സോൾവ് ആക്കിയതിന് ശേഷം മതിയായിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതം. അതിന് ശ്രമിച്ചില്ല. മനുഷ്യന്റെ മനസ്സാണ്, ഒരു നിമിഷം മതി അങ്ങ് മാറാൻ. ഇതുപോലെ ചെയ്യുന്നത് പാവം ഭീരുവായ ആളുകളാണ്. പാവം കുട്ടി, പ്രതികരണശേഷിയില്ലാത്ത കുട്ടി. പ്രതികരണശേഷിയുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അങ്ങനെയുള്ള മക്കളെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് വേണ്ടി നമ്മൾ വായ തുറക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രതികരിക്കണം. ഇനി ആർക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. ഈ മരിച്ച കുട്ടി സുഫൈദയുടെ സ്വർണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പീഡനമുണ്ടായിരിക്കുന്നത് എന്ന് കുടുംബം തന്നെ പറയുന്നു. സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ടായിരുന്നു ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായതെന്ന്. അങ്ങനെ അവിടെ നിന്നും ഈ കുട്ടി നിരന്തരം പീഡനത്തിന് ഇരയാവുകയായിരുന്നു എന്ന് ഈ ഒരു ആരോപണത്തെ തുടർന്ന് വിദ്യാനഗർ പോലീസിൽ ഇവർ കേസ് കൊടുത്തിട്ടുമുണ്ട്. ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. ആത്മഹത്യ ചെയ്ത ആളുകളെ കുറിച്ച് നമുക്ക് എന്തൊക്കെയോ പറയാം. ആ ഒരു അവസ്ഥയിൽ നമ്മളും എത്തിപ്പെടുമ്പോഴാണ് ആ ഒരു വേദന നമുക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ. അവരുടെ മനസ്സിന് ശക്തിയില്ലാത്തത് കൊണ്ടാണ്, അവർ പാവപ്പെട്ടവരായതുകൊണ്ടാണ്, പ്രതികരണശേഷിയില്ലാത്ത ആളായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ നമ്മളെപ്പോലുള്ളവർ വേണം. ഒന്നെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ, അല്ലെങ്കിൽ ഉമ്മ ഉപ്പ, ആരെങ്കിലും. നീ ഒറ്റക്കല്ലടാ, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടെന്ന് പറയാൻ പെൺകുറ്റമുള്ള ആരെങ്കിലും ഒക്കെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ചില മരണത്തിന് നമ്മളൊക്കെ കാരണക്കാരായി പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ തോന്നുന്നതാണ്. ആ ഒരു സമയം കടന്നു പോയാൽ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവനെ നമ്മൾ കൊതിക്കും. ജീവിക്കാൻ വേണ്ടി നമ്മൾ കൊതിക്കും. അന്ന് മരണത്തെ സ്നേഹിച്ച നമ്മൾ ഇന്ന് ജീവിതത്തെ സ്നേഹിക്കും. ഇതൊരാൾക്ക് മാത്രം തോന്നുന്നതല്ല, പല ആളുകൾക്കും തോന്നുന്നതാണ്. സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് ഇതൊക്കെ തന്നെയാണ്. അതിനെ അതിജീവിക്കാനുള്ള മനസ്സ് പടച്ചറബ്ബ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മനസ്സിന് നല്ല ബലം നൽകുമാറാകട്ടെ എല്ലാവർക്കും. ആത്മഹത്യ പോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരും കാക്കുമാറാകട്ടെ. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. മരണപ്പെട്ടുപോയ ഈ പൊന്നുമോളുടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. ആ പൊന്നുമോൾക്ക് പടച്ചറബ്ബ് പുറത്തു കൊടുക്കട്ടെ. പടച്ചറബ്ബെ അർഹമുറാഹിമായ റബ്ബെ, സുഫൈദ എന്ന ഈ പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അബദ്ധം പറ്റിയതാണ് റബ്ബെ, പുറത്തു കൊടുക്കണേ റബ്ബെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബെ. ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബെ. ആ പൊന്നുമോൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബെ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബെ. ഈ പൊന്നുമോളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ അല്ലാഹ്. പടച്ചറബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ചറബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.